നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇന്ത്യയുടെ അതിർത്തി രക്ഷാസേനയും ബംഗ്ലാദേശിന്റെ അതിർത്തി രക്ഷാസേനയും തമ്മിൽ സംഘർഷം നടക്കുന്നതായി റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇന്ത്യയുടെ അതിർത്തി രക്ഷാസേനയായ BSFന് അതിർത്തികൾ വേലി കെട്ടി തിരിക്കാനുള്ള ഭൂമി കൈമാറാൻ സുവേന്ദു അധികാരി സർക്കാർ ഉത്തരവിട്ടത്. സത്യത്തിൽ സുവേന്ദു അധികാരി സർക്കാർ രൂപീകരിച്ച് അല്ലെങ്കിൽ മന്ത്രിസഭ അധികാരമേറ്റ് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇങ്ങനെ ഒരു തീരുമാനം വന്നിരുന്നു. കാരണം വർഷങ്ങളായി ബംഗാൾ സർക്കാരിന് മുന്നിൽ പെൻഡിംഗ് ആയിരുന്ന ഒരു അപേക്ഷയാണത്. ഏതാണ്ട് 6000-ഓളം കിലോമീറ്റർ വരുന്ന അതിർത്തി പ്രദേശങ്ങൾ, നേപ്പാളും ഭൂട്ടാനും ബംഗ്ലാദേശും ഒക്കെയായി പങ്കുവയ്ക്കുന്ന അതിർത്തി പ്രദേശങ്ങൾ പശ്ചിമ ബംഗാളിലുണ്ട്. ഈ പശ്ചിമ ബംഗാൾ അതിർത്തി പ്രദേശങ്ങൾ പലയിടത്തും സുരക്ഷിതമല്ല. വേലി കെട്ടി തിരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്ക് വേണമെങ്കിലും പോവുകയും വരികയും ഒക്കെ ചെയ്യാം എന്ന സാഹചര്യമുണ്ട്. ഇത്തരം പ്രദേശങ്ങളിലൂടെയാണ് അനധികൃതമായി ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക് കുടിയേറി പാർക്കുന്നത്. ഇങ്ങനെ അനധികൃതമായി ഇന്ത്യയിലെത്തുന്ന വിദേശികൾ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്കും ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹിക സുരക്ഷിതത്വത്തിനുമെല്ലാം വലിയ വെല്ലുവിളി ഉയർത്തി തുടങ്ങിയപ്പോഴാണ് ഇത്തരത്തിലുള്ള അഭയാർത്ഥികളെ, അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്നവരെ കണ്ടെത്തി പുറത്താക്കാനുള്ള തീരുമാനം സർക്കാർ നടപ്പിലാക്കുന്നത്. അനധികൃത കുടിയേറ്റത്തെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുതെന്നും അതിർത്തികൾ സുരക്ഷിതമാക്കാൻ BSFന് ഭൂമി കൈമാറണമെന്നും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ BSFും കേന്ദ്ര സർക്കാരുമെല്ലാം മമതാ ബാനർജി സർക്കാരിനോട് അപേക്ഷിച്ചിരുന്നതാണ്. എന്നാൽ അതിർത്തി കടന്നുള്ള ഇത്തരത്തിലുള്ള കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്ന, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിച്ചിരുന്ന മമതാ ബാനർജി ഈ അപേക്ഷ ചെവിക്കൊണ്ടില്ല. ഒടുവിൽ 15 വർഷത്തെ ഭരണത്തിനൊടുവിൽ മമതാ ബാനർജിക്ക് ഭരണം നഷ്ടപ്പെടുകയും BJP അധികാരത്തിൽ വരികയും ചെയ്തപ്പോഴാണ് അടിയന്തരമായി ഈ ഭൂമി BSFന് കൈമാറാൻ തീരുമാനിച്ചത്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമായതിനാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായി. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചത് 45 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഭൂമി BSFന് കൈമാറിയിരിക്കണമെന്നാണ്. ചീഫ് സെക്രട്ടറിക്കും റവന്യൂ സെക്രട്ടറിക്കും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയതിന് ശേഷമാണ് അദ്ദേഹം ആദ്യ മന്ത്രിസഭാ യോഗം അവസാനിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ ഈ അതിർത്തിയിലെ അല്ലെങ്കിൽ വേലി കെട്ടിത്തിരിക്കുന്ന അല്ലെങ്കിൽ ഭൂമി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ഇതാണ് അതിർത്തി പ്രദേശങ്ങളിൽ സംഘർഷത്തിന് കാരണമാകുന്നത്. 0 പോയിന്റ് എന്നറിയപ്പെടുന്ന ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തി പ്രദേശത്തു നിന്നും 50 അടി അകത്തേക്ക് ഉള്ള ഭൂമിയാണ് ഇപ്പോൾ BSF ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സർവേയും ഭൂമി അളക്കലുമൊക്കെയാണ് അതിർത്തിയിൽ നടക്കുന്നത്. എന്നാൽ ഈ സർവേയുടെ നടപടിക്രമങ്ങൾ BSFന്റെ കനത്ത സുരക്ഷയിൽ ബംഗ്ലാദേശ് റവന്യൂ ഉദ്യോഗസ്ഥരാണ് ഈ സർവേ നടത്തുന്നത്. ഈ സർവേയും ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ബോർഡർ ഗാർഡ്സ് എന്ന് പറയുന്ന BGB എന്ന ബംഗ്ലാദേശിന്റെ അതിർത്തി രക്ഷാസേന. അവിടുത്തെ പ്രാദേശിക ഗ്രാമീണരുമായി ഒത്തുചേർന്നുകൊണ്ടാണ് BSFന്റെ ഈ സർവേ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ നോക്കിയത്. ഉന്തും തള്ളും വരെ പല അതിർത്തി പ്രദേശങ്ങളിലും ഉണ്ടായി. ദീർഘനേരം, മണിക്കൂറുകളോളം ഇരു സേനകളും മുഖാമുഖം നിന്നു. വാക്കേറ്റമുണ്ടായി, ഉന്തും തള്ളുമുണ്ടായി. എന്നാൽ ഏറ്റവും ഒടുവിലായി ഈ സർവേ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷമാണ് സംഘം അതിർത്തിയിൽ നിന്നും മടങ്ങുന്നത്. അതായത് ഇത്രയധികം കിലോമീറ്ററുകൾ നീളുന്ന, ബംഗ്ലാദേശിന് മാത്രം ഏതാണ്ട് 4000 കിലോമീറ്ററോളം വരുന്ന അതിർത്തി പ്രദേശങ്ങൾ പശ്ചിമ ബംഗാളിലുണ്ട്. ഈ അതിർത്തി പ്രദേശങ്ങളിൽ സർവേ പൂർത്തിയാക്കാൻ നിരവധി ദിവസങ്ങൾ വേണ്ടിവരും. അതിൻ്റെ തുടക്കം മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആദ്യം ഈ 50 മീറ്റർ, ഈ പറയുന്ന 0 പോയിന്റിൽ നിന്നും 50 അടി അകത്തേക്ക് മാറി ഭൂമിയെടുക്കുക. ഇന്ത്യൻ ടെറിട്ടറിയിലാണ് ഈ സർവേയും അതുപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങളുമെല്ലാം നടക്കുന്നത്. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയതിന് ശേഷം BSFന് ഭൂമി കൈമാറും. അതിനുശേഷം അവിടെ വേലി നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് BSF തുടക്കമിടും. സ്മാർട്ട് വേലിയാണ് അല്ലെങ്കിൽ സ്മാർട്ട് ബോർഡർ മാനേജ്മെൻ്റ് ആണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ബംഗ്ലാദേശ് അതിർത്തി പ്രദേശങ്ങളിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതനുസരിച്ച് അത്യാധുനിക സംവിധാനങ്ങളുള്ള നിരീക്ഷണ ഉപകരണങ്ങളും ഡ്രോണുകളും ക്യാമറകളുമെല്ലാം അതിർത്തി പ്രദേശങ്ങളിലേക്ക് ഉടൻ എത്തും. വേലി കെട്ടി തിരിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റം അത് ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് ഉണ്ടാകില്ല. ഒരാളുടെയും ദൃഷ്ടി പോലും ഇന്ത്യൻ മണ്ണിൽ പതിയാൻ ഇന്ത്യയുടെ അതിർത്തി രക്ഷാ സേനയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും അനുവദിക്കില്ല എന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇതുകൊണ്ടാണ് ബംഗ്ലാദേശിൻ്റെ അതിർത്തി രക്ഷാസേനയും ഏതാനും ചില നാട്ടുകാരും ചേർന്ന് ഇപ്പോൾ ഇന്ത്യയുടെ ഈ BSFന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി
തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത്. നിരന്തരം വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള തടസ്സപ്പെടുത്തലുകളും സംഘർഷങ്ങളും ഉണ്ടാകുമെന്നാണ് സൂചന. എത്രമാത്രം സംഘർഷമുണ്ടായാലും എത്രമാത്രം പ്രകോപനമുണ്ടായാലും ഒരിഞ്ച് പോലും പിന്നോട്ട് പോകരുത് എന്നാണ് BSFന് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. BSFന് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് സംസ്ഥാനത്ത് സുവേന്ദു അധികാരിയും രംഗത്തുണ്ട്. കഴിഞ്ഞ കാലയളവിൽ ഇതായിരുന്നില്ല സ്ഥിതി. BSFന്റെ ഓരോ സുരക്ഷാ പദ്ധതികളെയും സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുമായിരുന്നു. അതിർത്തിക്കപ്പുറത്തു നിന്നും സ്വർണ്ണക്കടത്തും ലഹരിക്കടത്തും പോലും ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ കള്ളക്കടത്ത് നടത്തുന്ന ആളുകളെ BSF പിടികൂടുമ്പോൾ സംസ്ഥാന സർക്കാർ ഇതിലൊരു നടപടിയും സ്വീകരിക്കാറില്ല. ഇവരെ ക്യാമ്പുകളിൽ പാർപ്പിച്ച ശേഷം പിന്നീട് തിരിച്ചയക്കുകയാണ് BSF ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. അതിർത്തി കടന്നുള്ള ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റത്തെ ഏതു വിധേനയും ചെറുക്കുമെന്ന പ്രഖ്യാപനവുമാണ് ഇപ്പോഴത്തെ സർക്കാരിനുള്ളത്. മാത്രമല്ല അതിന് BSFന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹകരണങ്ങളും നൽകാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. 600 ഏക്കർ ഭൂമിയാണ് ഇതിനോടകം തന്നെ BSFന് കൈമാറിയിരിക്കുന്നത്. ഇതുകൂടാതെ ചിക്കൻ നെക്കിൽ 122 ഏക്കർ ഭൂമി കൂടി BSFന് സംസ്ഥാന സർക്കാർ കൈമാറും. അതുമാത്രമല്ല സംസ്ഥാനത്തെ തന്ത്രപ്രധാനമായ 7 നാഷണൽ ഹൈവേ സ്ട്രെച്ചുകളും ഇപ്പോൾ ദേശീയപാത അതോറിറ്റിക്കും അതുപോലെ തന്നെ ദേശീയപാത ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിനും കൈമാറാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ 7 ഹൈവേ സ്ട്രെച്ചുകളിൽ 5 ഹൈവേ സ്ട്രെച്ചുകളും ചിക്കൻ നെക്കിലൂടെ കടന്നു പോകുന്നതാണ്. അതായത് തന്ത്രപ്രധാനമായ മേഖലകളിൽ രാജ്യസുരക്ഷയെ കരുതി കേന്ദ്രത്തിന് കൂടുതൽ മേൽക്കൈ നൽകുന്ന നടപടികളാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അതിർത്തിയിൽ നടക്കുന്നത്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ബോർഡർ ഗാർഡ്സ് ബംഗ്ലാദേശ് ഇപ്പോൾ തടസ്സം സൃഷ്ടിക്കുന്നത്, സംഘർഷം സൃഷ്ടിക്കുന്നത്. എന്തു വന്നാലും പിന്നോട്ട് പോകരുത് എന്ന് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും നിർദ്ദേശം നൽകിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ വേലി നിർമ്മാണത്തിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം സൃഷ്ടിച്ചാൽ ബംഗ്ലാദേശിനെ പാഠം പഠിപ്പിക്കുമെന്ന് BSFും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഷെയ്ഖ് ഹസീന സർക്കാർ നേരത്തെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇന്ത്യക്ക് വലിയ പിന്തുണ നൽകിയിരുന്നു. ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ബംഗ്ലാദേശിന്റെ മണ്ണ് ഉപയോഗിക്കുന്നില്ല എന്നവർ ഉറപ്പുവരുത്തിയിരുന്നു. ഇന്ത്യ വിരുദ്ധ ഭീകര സംഘടനയിൽപ്പെട്ട ഭീകരന്മാരെയെല്ലാം അവർ ജയിലിലടച്ചു. എന്നാൽ ഷെയ്ഖ് ഹസീന സർക്കാർ പ്രക്ഷോഭത്തിന് ശേഷം പുറത്താവുകയും പിന്നീട് അവിടെ ഒരു ഇടക്കാല സർക്കാർ ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിൽ വരികയും ചെയ്തതോടുകൂടി കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. ഇന്ത്യ വിരുദ്ധ ശക്തികളെയെല്ലാം ബംഗ്ലാദേശ് പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. പാകിസ്ഥാന് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ ഉപയോഗിക്കാനുള്ള എല്ലാ അധികാരവും നൽകുന്നു. മാത്രമല്ല ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങൾ ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. എന്നാൽ ബംഗ്ലാദേശിൽ തിരഞ്ഞെടുപ്പിന് ശേഷം ജമാഅത്തെ ഇസ്ലാമി പുറത്താവുകയും അവിടെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അധികാരത്തിൽ വരികയും ചെയ്തതോടുകൂടി ഇന്ത്യ ബംഗ്ലാദേശ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധം മെച്ചപ്പെട്ടു വരികയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലെ വേലി നിർമ്മാണത്തോട് ബംഗ്ലാദേശ് നിസ്സഹകരിക്കുന്നത്. അസമിൽ നിന്നും പശ്ചിമ ബംഗാളിൽ നിന്നും ആയിരക്കണക്കിന് ബംഗ്ലാദേശികളെയാണ് അനധികൃതമായി രാജ്യത്ത് കണ്ടതിൻ്റെ പേരിൽ പിടികൂടുകയും ഇപ്പോൾ ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് കൊണ്ടുചെന്ന് തള്ളുകയും ചെയ്യുന്നത്. ഇതിലും ബംഗ്ലാദേശ് അസ്വസ്ഥരാണ്. ഇത്തരം നടപടികൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ബംഗ്ലാദേശ് ഭരണകൂടം ഇന്ത്യയുടെ സ്ഥാനപതിയെ ബംഗ്ലാദേശ് നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇങ്ങനെ പ്രതിഷേധിച്ചിട്ടൊന്നും കാര്യമില്ല. രാജ്യത്തിനകത്തേക്ക് ഒരു കാരണവശാലും വിദേശികളെ രേഖകളില്ലാതെ കടത്തിവിടാൻ സാധിക്കില്ല. രാജ്യത്തിൻ്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ അനധികൃതമായി കടന്നു വരുന്ന ഏതൊരാളെയും രാജ്യത്തിൻ്റെ നിയമമനുസരിച്ച് നാട് കടത്തും. അതിൽ അസഹിഷ്ണുത കാട്ടിയിട്ട് കാര്യമില്ല എന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തന്നെ പിന്നീട് ബംഗ്ലാദേശിന് താക്കീത് നൽകി. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം കൂടുതൽ മോശമാകുന്നുണ്ടോ എന്ന സംശയം ജനിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ വേലി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന സമീപനം ബംഗ്ലാദേശ് സ്വീകരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് പോലും ഇത്തരത്തിലുള്ള നിസ്സഹകരണം കാരണമായേക്കാം. എന്തു വന്നാലും വേലി നിർമ്മാണം, അതിർത്തി സുരക്ഷിതത്വം ഇതിൽ വിട്ടുവീഴ്ച പാടില്ലെന്ന നയം നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു. യുദ്ധമെങ്കിൽ യുദ്ധം, അതിനും തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഭാരതം. ഒരു കാരണവശാലും ഇന്ത്യൻ അതിർത്തികളിലൂടെ നുഴഞ്ഞു കയറാനോ അതിർത്തി മാന്താനോ ഒരു ശക്തിയെയും അനുവദിക്കില്ല. അത് പാകിസ്ഥാനായാലും ചൈനയായാലും ബംഗ്ലാദേശ് ആയാലും അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ അതിർത്തി വേലി നിർമ്മാണത്തിൽ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ
പാകിസ്ഥാനെ അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ പാഠം പഠിപ്പിക്കുമെന്ന മുന്നറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വരാനുള്ള സാധ്യതയുമുണ്ട്.